Hi, hello, welcome to a very new video of BioOcean. ആൻഡ് നമ്മൾ ഇന്ന് അഗെയിൻ നമ്മളുടെ കേരള സെറ്റ് എക്സാമിൻ്റെ 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ നമ്മളിന്ന് ജീൻ തെറാപ്പിനെ പറ്റിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. അഗെയിൻ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല വീഡിയോയിലേക്ക് കടക്കാം. യെസ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ജീൻ തെറാപ്പി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിലോട്ട് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ജീൻ തെറാപ്പി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പേഷ്യൻ്റാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിസീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പൊട്ടയായിട്ടുള്ള എനിക്ക് ഡിസീസ് ഉണ്ടാവാൻ കാരണം എൻ്റെ ബോഡിയിൽ ഒരു നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ജീൻ ഉള്ളതുകൊണ്ടാണ്, ഒരു പൊട്ടയായിട്ടുള്ള ജീൻ ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് നല്ലൊരു ഫങ്ഷണൽ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ജീൻ തെറാപ്പി കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ജീൻ നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീനെ എൻകോഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ അതിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അയാൾക്കുണ്ടായിരുന്ന ആ ജനറ്റിക് ഡിസീസിന് ഒരു ക്യൂറും കൂടെ കിട്ടും, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമുക്കതിനെ പരിഹരിക്കുകയും കൂടെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പൊട്ടയായിട്ടുള്ള ജീനിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ജീൻ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ആൻഡ് ഡിസീസസ് ട്രീറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാനും ഒരു പേഴ്സൻ്റെ ജീനിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ജീൻ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇതുപോലൊരു ജീൻ അദ്ദേഹത്തിൻ്റെ ബോഡിയിലോട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും എക്സിസ്റ്റിംഗ് ജീൻസിൻ്റെ എക്സ്പ്രഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പിടികിട്ടിയോ? ആൻഡ് ജീൻ തെറാപ്പിയിൽ 3 സ്ട്രാറ്റജീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജീൻ അഡിഷൻ ഉണ്ട്, ഇനി അത് മാത്രമല്ല നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ജീനിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ റിമൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ ആൻറ്റിസെൻസ് ന്യൂക്ലിയോടൈഡുകൾ ഉപയോഗിച്ചിട്ട് റൈബോസൈംസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ജീൻ എക്സ്പ്രഷൻ്റെ കൺട്രോൾ ഉണ്ട്. ഈ 3 സ്ട്രാറ്റജീസാണ് നമ്മൾ ജീൻ തെറാപ്പിയിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ജീൻ തെറാപ്പിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾക്കൊരു അസുഖം വന്നാൽ നമ്മൾ ജീൻ തെറാപ്പി ചെയ്യില്ല, നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡ്രഗ്സ് മീൻസ് മെഡിസിൻസ് അല്ലേ. അപ്പം അതിന് നമുക്ക് ഡ്രഗ് തെറാപ്പി എന്ന് വിളിക്കാം. അപ്പോൾ ഡ്രഗ് തെറാപ്പിയുടെ മേലെ ഈ ജീൻ തെറാപ്പിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് ഡിസീസസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ ചെറിയൊരു സ്റ്റേജിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു ജനറ്റിക് ഡിസീസിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ജനറ്റിക് ഡിസീസിൽ നിന്ന് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ക്യൂർ കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കണ്ടെത്തിയില്ല, നമ്മൾ ഡ്രഗ് തെറാപ്പിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്യൂർ ആകാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പോസിബിലിറ്റി ഈ ജീൻ തെറാപ്പിക്കുണ്ട്. അപ്പോൾ ഫസ്റ്റ് പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതോ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ളതോ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജീനിനെ മാറ്റി ഒരു ഫങ്ഷണൽ ജീനിനെ വെച്ച് നമ്മൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ വെച്ച് കൊടുക്കുന്ന ജീൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ട്രാൻസ് ജീൻ കേട്ടോ. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇയാളുടെ ബോഡിയിൽ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള പ്രോട്ടീനിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകും. ആ ജീൻ എന്ത് പ്രോട്ടീനുമായിട്ടാണോ എൻകോഡ് ചെയ്തേക്കുന്നത് അത് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് അതിനൊരു നോർമൽ ആയിട്ടുള്ളൊരു ഷോർട്ട് ഹാഫ് ലൈഫും ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് യൂഷ്വലി നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലിനെ മാത്രം ഉദ്ദേശിച്ച് ഫോക്കസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. ആൻഡ് നമ്മൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് പോയിസണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഇഫക്ട്സിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന തരത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ജീൻ തെറാപ്പി നടത്തുന്നുണ്ടായിരിക്കുക. ആൻഡ് നമ്മളുടെ ലൈക്ക് തെറാപ്പിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജീൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യും. ജീൻ തെറാപ്പി ആസ് സച്ച് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു എലൈറ്റ് പ്രോസസ് ആണ്. പക്ഷേ ഇപ്പം നമുക്കൊരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഇൽനെസ് ഒക്കെ ഉള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം അവർ മരുന്നെടുക്കേണ്ടതായിട്ട് വരും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ്, ചെക്കപ്സ്, ഇതിനെല്ലാത്തിനും കൂടെ ഇത്രയും വർഷങ്ങളിൽ അവർക്ക് ഒരുപാട് പൈസ ചിലവ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ലോങ് ഡ്യൂറേഷനിലുള്ളൊരു ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീൻ തെറാപ്പി നമ്മൾ ഒറ്റ തവണ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷങ്ങളോളം നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഒന്നും ഒരു തവണ ജീൻ തെറാപ്പി ചെയ്യുന്നതിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് തെറാപ്പി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പേഷ്യൻറ്റിൻ്റെ കോംപ്ലയൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ജീൻ തെറാപ്പിയിൽ കൂടെ സാധിക്കും. പിടികിട്ടിയോ? അപ്പം ഇങ്ങനെയാണ് ജീൻ തെറാപ്പിയുടെ അഡ്വാൻറ്റേജസ് വരുന്നത്.
ഇനി ജീൻ തെറാപ്പിനെ നമ്മൾക്ക് പല സെല്ലുകളിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സൊമാറ്റിക് സെല്ലും ടാർഗറ്റ് ചെയ്യാം, ജേം സെല്ലും ടാർഗറ്റ് ചെയ്യാം. സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റിക് ക്രോമസോമുകൾ കാണുന്ന സെല്ല്, നമ്മുടെ ബോഡിയുടെ ജേർമിനൽ സെൽസ് ഒഴിച്ചിട്ടുള്ള, ലൈക്ക് സ്പേമും എഗ്ഗും ഒഴിച്ചിട്ടുള്ള സെൽസ്. ജേം സെൽസ് എന്ന് പറഞ്ഞാൽ സ്പേമും എഗ്ഗും ആണ്, ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ് അല്ലേ. അപ്പോൾ സൊമാറ്റിക് ആയിട്ടുള്ള ജീൻ തെറാപ്പി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ റെസിപ്പിയന്റിന്റെ ജീനോം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ചേഞ്ച് മറ്റൊരു ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ സൊമാറ്റിക് സെൽസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി, ഇതുപോലെ ജീനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തി ഡ്യൂ ടു ജീൻ തെറാപ്പി എന്ന് വിചാരിക്കാം. എന്നിൽ ആ ഒരു സൊമാറ്റിക് സെല്ലിൽ ഞാൻ വരുത്തിയിട്ടുള്ള ചേഞ്ചിൻ്റെ എക്സ്പ്രഷൻ എൻ്റെ ബോഡിയിൽ കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തേക്കുന്ന ചേഞ്ച് സൊമാറ്റിക് സെല്ലിലായതുകൊണ്ട് അത് ഒരിക്കലും എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിലേക്ക് പാസ് ചെയ്തു പോകില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യില്ല എന്നവിടെ എഴുതിയേക്കുന്നത്. ഇനി അതല്ല, നമ്മൾ ജേം സെൽസ് ഉപയോഗിച്ചിട്ടുള്ള ജീൻ തെറാപ്പിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ എഗ് സ്പേം പോലെയുള്ള ഗമേറ്റ്സിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേഞ്ചുകൾ ഈ എഗ് ആൻഡ് സ്പേമിൽ കൂടെ സ്വാഭാവികമായിട്ടും വരുന്ന ജനറേഷനിലേക്കോ അല്ലെങ്കിൽ കുട്ടികളിലേക്കോ പാസ് ചെയ്ത് പോകും. പിടികിട്ടിയോ? ഇതാണ് 2 ടൈപ്പ് ഓഫ് ജീൻ തെറാപ്പീസ്. സൊമാറ്റിക് സെല്ലിലും നമ്മൾ ചെയ്യും, ഇതും ജേം സെൽസിലും ചെയ്യും. ഇനി മെയിൻ ആയിട്ടുള്ള അപ്രോച്ചസ്, ജീൻ തെറാപ്പിയുടെ മെയിൻ അപ്രോച്ചസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എക്സ് വിവോ അപ്രോച്ച്. എക്സ് വിവോ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നൊരു ജീൻ ഉണ്ടല്ലോ, അത് നമ്മൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് വെളിയിലോട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ജീൻ, ടാർഗറ്റ് ജീൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിൽ കേടായിട്ട് നോൺ ഫങ്ഷണൽ ആയിട്ടിരിക്കുന്ന ജീൻ. ട്രാൻസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ പോകുന്ന ജീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഈ ടാർഗറ്റ് ചെയ്തേക്കുന്ന ജീനിനെ വെളിയിലോട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു സെല്ലിനെ സെല്ല് ത്രൂ ആണല്ലോ നമ്മൾ ടാർഗറ്റ് ജീനിനെ വെളിയിലോട്ട് എടുക്കുക. ആ സെല്ലിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ് ജീനിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സെല്ലിനെ നമ്മൾ വെളിയിലോട്ട് എടുത്ത് ഇതുപോലെ റീപ്ലേസ്മെന്റ് ചെയ്ത സെല്ലിനെ നമ്മൾ നമ്മളുടെ ബോഡിയിലേക്ക് തിരിച്ചു വെച്ച് കൊടുക്കും. ഓക്കെ, ബോഡിയിൽ നിന്ന് സെല്ലെടുക്കുന്നു, സെല്ലിൽ നിന്ന് ഈ ഒരു ടാർഗറ്റ് ജീനെ റിമൂവ് ചെയ്യുന്നു, ട്രാൻസ് ജീൻ വെക്കുന്നു, സെല്ല് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച് റീപ്ലേസ് ചെയ്ത് മനുഷ്യൻ്റെ ബോഡിയിലോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സ് വിവോ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. നമ്മളുടെ ബോഡിയിൽ തിരിച്ച് വെക്കാൻ പറ്റും, റീ ഇംപ്ലാന്റ് ചെയ്യുന്ന പറഞ്ഞാൽ തിരിച്ചു വെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സെല്ലുകൾക്ക് മാത്രമേ നമ്മൾക്ക് ഈ ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ലിംഫോസൈറ്റ്സ്, ഫൈബ്രോബ്ലാസ്റ്റ്, മയോബ്ലാസ്റ്റ്, അംബലിക്കൽ കോർഡിലെ ബ്ലഡ് സെൽസ്, സ്റ്റെം സെൽസ്, ബോൺ മാരോ സെൽസ്, ഹെപ്പാറ്റോസൈറ്റ്സ് പോലെയുള്ള സെല്ലുകളിലാണ് നമ്മൾക്ക് ഈ ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സെൽസിലൊന്നും തന്നെ ഈ റീ ഇംപ്ലാന്റിങ് മെത്തേഡ് പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ സെല്ലിനെ എടുത്ത് മാനിപ്പുലേഷൻ നടത്തിയിട്ട് തിരിച്ചു വെക്കുന്നത് പോസിബിൾ അല്ല, ബോഡി അതിനോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റീഇംപ്ലാന്റേഷൻ പോസിബിൾ ആവുന്ന സെല്ലുകളിൽ മാത്രമേ നമ്മളിത് നടത്തുള്ളൂ. ഇനി ഇൻവിവോ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് സെല്ലിനെ വെളിയിലോട്ട് എടുക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ടാർഗറ്റ് ആയിട്ടുള്ളൊരു സെല്ലുണ്ട്, അത് ബോഡിക്കകത്ത് തന്നെ ഇരിക്കും. ആൻഡ് നമ്മൾ ആ ബോഡിക്കകത്തിരിക്കുന്ന സെല്ലിലേക്ക് നമ്മൾ ട്രാൻസ് ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇൻവിവോ അപ്രോച്ച് നമ്മൾ അത്ര കണ്ട് അങ്ങോട്ട് ഫെമിലിയർ അല്ല, പഠനങ്ങൾ അതിനെപ്പറ്റി നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ജീൻ തെറാപ്പി നമ്മൾക്ക് അധികം പഠിക്കാനില്ല, ഒരു 10 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇത് ഉണ്ടാവുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ ജീൻ തെറാപ്പിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. ഇറ്റ്സ് ഓൺ ഗോയിങ് റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണിത്. പിടികിട്ടിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിക്കകത്തുള്ള ഒരു ടാർഗറ്റ് സെല്ലോട് നമ്മൾ ട്രാൻസീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അപ്രോച്ചാണ് ഇൻ വിവോ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇൻ വിവോ മീൻസ് ഇൻസൈഡ് ദ ബോഡി, എക്സ് വിവോ മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി. അതാണ് സംഭവിക്കുക. ഓക്കെ, യെസ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 അപ്രോച്ചസ്. ഇനി നമ്മളുടെ ഹ്യൂമൻ ജീൻ തെറാപ്പിക്ക് ആവശ്യമായിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ്, ആവശ്യമായിട്ട് നമ്മൾ വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ പേഷ്യൻറ്റിൽ ഈ ഡിസീസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ജീൻ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ജീനിനെ ക്ലോൺ ചെയ്യണം, ക്ലോൺ ചെയ്ത് നമ്മൾ കോപ്പീസ് ഉണ്ടാക്കണം. എന്നിട്ട് ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിടികിട്ടിയോ? ആൻഡ് ഈ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഉണ്ടല്ലോ, ഈ ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസും ആ ഡിസീസിനും ആയിട്ടുള്ള കണക്ഷൻ എന്താണ്, ഈ മ്യൂട്ടേഷൻ ആ ഡിസീസിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അതാണ് ഈ ലിങ്കേജ് ഓഫ് ജീൻ മ്യൂട്ടേഷൻ ടു ദ പാത്തോഫിസിയോളജി ഓഫ് ദ ഡിസീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസീസിൻ്റെ ആ ഒരു ലൈക്ക് വർക്കിംഗ്, അല്ലെങ്കിൽ ആ ഡിസീസ് എങ്ങനെയാണോ നമ്മൾ ലൈക്ക് പ്രവർത്തിക്കുന്നത്, അതും ഈ ജീൻ മ്യൂട്ടേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ജീൻ ഉണ്ടല്ലോ, ആ ജീൻ ഏത് സെല്ലിലോട്ടാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആ സെല്ല് നമ്മൾ കണ്ടെത്തണം. ആ ജീനിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക ഏത് ജീനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ആ ജീനിനെ സെലക്ട് ചെയ്യുക, എന്നാൽ ആ ടാർഗറ്റ് സെല്ലിനെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ആൻഡ് അത് മാത്രമല്ല, ഈ ജീൻ നമ്മൾ വെച്ച് കൊടുക്കുന്ന ട്രാൻസ് ജീനിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രോട്ടീൻ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. ദെൻ നമ്മൾ ഈ ജീൻ ട്രാൻസ്ഫർ നടത്താനുള്ള സേഫ്റ്റി, എഫിക്കസി
അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ ഇതായിട്ടുള്ള ലൈക്ക് ചെക്കിംഗ് പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാർഗറ്റ് സെല്ലിലോട്ട് ഇതിനെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ റീപ്ലേസ്മെൻറ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്രയും 7 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ദാറ്റ് സെൽ ഈസ് റെഡി ടു ലൈക്ക് റീപ്ലേസ്, അല്ലെങ്കിൽ ആ ജീൻ ഈസ് റെഡി ടു ഗെറ്റ് റീപ്ലേസ്ഡ്. ഓക്കെ, യെസ്. അങ്ങനെ ഇനി നമ്മൾക്ക് മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. 3 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് ജീൻ തെറാപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്. 3 മെത്തേഡ്സിൽ ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്, വൈറൽ വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യൂഷ്വലി എന്തെങ്കിലും സാധനത്തിന് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനത്തെ വെക്ടർ എന്ന് വിളിക്കാം. ഇപ്പോൾ അസുഖങ്ങൾ ഡെലിവർ ചെയ്യുന്ന ഈച്ചയും പാറ്റയും പോലെയുള്ള സാധനങ്ങൾ അവർ അസുഖം ഡെലിവർ ചെയ്യുന്നവരാണ്. സോ അവരൊരു വെക്ടറാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾക്ക് ആവശ്യമുള്ളൊരു സെല്ലിലേക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഡിസയേർഡ് ജീനിനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നവനായിരിക്കണം ഒരു വെക്ടർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പോൾ ഈ വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്ന ഒരു ജീൻ, നമ്മൾക്ക് ആവശ്യമുള്ളൊരു ജീനിനെ, അതൊരു ഇത്ര സൈസിലുള്ളൊരു ജീനിനായിരിക്കും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു ജീനിനെ അത് എന്ത് ചെയ്യണം, അത് നമ്മൾക്ക് ആവശ്യമുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലിലോട്ട് ഡെലിവർ ചെയ്യേണ്ടതായിട്ട് വരും. പിടികിട്ടിയോ? ആൻഡ് അത് മാത്രമല്ല, നമ്മൾക്ക് കുറച്ചും കൂടെ സേഫർ ആയിട്ടുള്ള രീതിയിൽ നോൺ ഇമ്മ്യൂണോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ലൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഈ വെക്ടർ വെച്ചിട്ട് നമ്മൾ ആ സെല്ലിലോട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇമ്മ്യൂൺ റെസ്പോൺസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ആൻഡ് നമ്മൾ എത്രത്തോളം സമയം എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്, അപ്പോൾ നമ്മളുടെ ഉചിതത്തിനനുസരിച്ച് ആ ഡ്യൂറേഷനും ഇമ്മ്യൂണോജനിക് റെസ്പോൺസസും സേഫ്റ്റിയും ഒക്കെ നോക്കിയിട്ട് ഡെലിവർ ചെയ്യുന്ന ഒന്നായിരിക്കണം വെക്ടർ, ഒരു ഐഡിയൽ വെക്ടർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അങ്ങനെ അപ്പോൾ പല സൈസിലുള്ള ജീൻസിനെ അക്കോമഡേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സ് നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ തീർക്കണം. ആൻഡ് അതുപോലെ തന്നെ ഡിഫക്റ്റ് ഒന്നും വരാൻ പാടില്ല, ഡിഫക്റ്റ് കറക്റ്റ് ചെയ്യണം. ആൻഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡിഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല, ഇമ്മ്യൂൺ റെസ്പോൺസുകൾ അങ്ങനെ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, സേഫ് ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറേ കാറ്റഗറീസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഐഡിയൽ വെക്ടർ എന്ന് പറയാം. ആൻഡ് ഇതുപോലെ ഒരുപാട് വെക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് 3 വെക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്: ഫിസിക്കൽ വെക്ടർ, കെമിക്കൽ വെക്ടർ ആൻഡ് വൈറൽ വെക്ടേഴ്സ്. അപ്പോൾ അതിൽ ഫിസിക്കൽ വെക്ടർ നമ്മൾക്ക് ഏറ്റവും ആദ്യം നോക്കാം. അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻട്രൽ ഇൻജെക്ഷൻസ് എന്താണെന്നറിയോ? ഇത് പാരന്റൽ അല്ല കേട്ടോ, പാരൻട്രൽ തന്നെയാണ്. ദാറ്റ് മീൻസ് മൗത്ത് അല്ലെങ്കിൽ എനസിക്കൂടെ അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ്. ഓക്കെ, ദെൻ മൈക്രോ ഇഞ്ചെക്ഷൻസ്, എയറോസോൾ, ഇലക്ട്രോപൊറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ടാർഗറ്റ് ആയിട്ടുള്ള സെല്ലുണ്ടാവില്ലേ, ആ സെല്ലോട്ട് ഭയങ്കര വോൾട്ടേജുള്ള കറണ്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സെൽസിനകത്ത് കുഞ്ഞു പോർസ് ഉണ്ടാവും, അതിൻ്റെ ആ സെൽ മെംബ്രെയിനകത്ത് കുഞ്ഞു ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവും. പോർസ് മീൻസ് കുഞ്ഞു ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളിൽ കൂടെ നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ആ ട്രാൻസ് ജീനിനെ എൻ്റർ ചെയ്ത് കൊടുക്കും. പിടികിട്ടിയോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സെല്ലുണ്ടായിരുന്നു, വളരെ നോർമൽ ആയിട്ടുള്ളൊരു സെല്ല്. ആ സെല്ലിന് നമ്മൾ കറണ്ട് കൊടുത്ത് ചെറിയ ബ്രേക്കേജുകൾ, ക്രാക്കുകൾ അതിലുണ്ടാക്കി, അതാണ് പോർസ് എന്ന് പറയുന്നത്. ആ ക്രാക്കുകളിൽ കൂടെ ട്രാൻസ്ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോപൊറേഷൻ എന്ന് വിളിക്കുക. അതുപോലെ ജീൻ ഗൺസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ, ഹൈ സ്പീഡ് വെലോസിറ്റിയിൽ നമ്മളിതിനെ ബൊമ്പാർഡ് ചെയ്യുന്നതിനെയാണ് ജീൻ ഗൺസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ബൊമ്പാർഡ് ചെയ്യും, ആ സെല്ലിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ബൊമ്പാർഡ് ചെയ്യും. അപ്പോൾ ആ സെല്ല് അതിനെ ടേക്കപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ജീൻ ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ മെത്തേഡ്സാണ് ഫിസിക്കൽ വെക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി കെമിക്കൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഫോസ്ഫേറ്റ്, DA ഡെക്സ്ട്രൻ, ലിപ്പോസോംസ്, ലിപ്പോപ്ലെക്സിസ്, സർഫക്റ്റൻസ്, പെർഫ്ലൂറോ കെമിക്കൽ ലിക്വിഡ്സ്, അങ്ങനെയുള്ളതൊക്കെ. ഈ ലിപ്പോസോംസും ലിപ്പോപ്ലെക്സിസും ഒക്കെ നമ്മൾക്ക് ഓറലി ഒരു ജീൻ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് സർഫക്റ്റൻസും പെർഫ്ലൂറോ കെമിക്കൽ ലിക്വിഡ്സും ഒക്കെ നമ്മൾക്ക് ഒരു ജീനിനെ എയറോസോൾ ത്രൂ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കെമിക്കൽ വെക്ടേഴ്സ് ആയിട്ട് വരും. ഇനി വൈറൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച രണ്ടും ഇല്ലേ, ഫിസിക്കലിനേക്കാളും കെമിക്കലിനേക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് ഈ വൈറൽ വെക്ടേഴ്സ് ആണ്. അവർക്ക് ഫിസിക്കലിനേക്കാളും കെമിക്കലിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയാം. ആ അഡ്വാൻറ്റേജസ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ കെമിക്കൽ മെത്തേഡിന് മേലെ വൈറൽ വെക്ടേഴ്സിനുള്ളൊരു അഡ്വാൻറ്റേജ്. ദ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് ജീൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ പറ്റും. പിന്നെ അത് മാത്രമല്ല സ്പെസിഫിക്കും ആയിരിക്കും. ഫിസിക്കൽ കെമിക്കൽ മെത്തേഡിനുള്ളതിനേക്കാൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടും സ്പെസിഫിക് ആയിട്ടും ജീൻ ട്രാൻസ്ഫറിങ് നടത്താൻ പറ്റും. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് ഫിസിക്കൽ കെമിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിത് ചെയ്യേണ്ടത് വരും, റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിത് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ വൈറൽ വെക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒറ്റ ഡോസിൽ ഒറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ അത് മതി, അത്രയും മതി, സഫീഷ്യൻ്റ് ആയിരിക്കും അത്. അപ്പോൾ ഇങ്ങനെ 2 അഡ്വാൻറ്റേജസ് വൈറൽ വെക്ടേഴ്സിന് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സിന് മേലെ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. പക്ഷേ ഇത്
അത്ര അഡ്വാൻറ്റേജസ് ആവുന്ന അത്ര പോലെ തന്നെ അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. വൈറൽ വെക്ടേഴ്സിനുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഈ 3 പോയിന്റ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഇസ് അതിൻ്റെ പാക്കേജിങ് കപ്പാസിറ്റി ഭയങ്കര ലിമിറ്റഡ് ആണ്. പിന്നെ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ വൈറൽ സീക്വൻസസ് അല്ലേ നമ്മുടെ ബോഡിയിലോട്ട് എത്തുക. അപ്പോൾ അതുവഴി നമ്മൾക്ക് ലോങ് ടേമിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എന്തൊക്കെ ലൈക്ക് ഇഫക്ട്സ് ആണ്, ഫിസിയോളജിക്കലി നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതൊന്നും നമ്മൾക്ക് ഇതുവരെ അറിയില്ല. ചിലപ്പോൾ അറ്റ് പ്രസന്റ് നമുക്കൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ലോങ് ടേമിൽ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വൈറസുകളൊക്കെ നമ്മുടെ ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതുവഴിയായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുകയും ഇമ്മ്യൂൺ റെസ്പോൺസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, വൈറൽ വെക്ടേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ വൈറൽ വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്രോ വൈറസ് ഉണ്ട്, അഡിനോ വൈറസ് ഉണ്ട്, അഡിനോ അസോസിയേറ്റഡ് വൈറസ്, ലെന്റി വൈറസ്, ഹെർപ്പസ് വൈറസ് ഒക്കെയാണ് കോമൺലി നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വൈറോളജിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ വൈറസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാം കേട്ടോ. യൂഷ്വലി കാണുന്നവർക്ക് ആലോചിക്കേണ്ട, മീൻസ് എല്ലായ്പ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഐ എം ജസ്റ്റ് പ്രൊമോട്ടിങ് ഗൈസ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഓരോ വൈറസുകൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും പഠിക്കാവേ. ഫസ്റ്റ് വെക്ടറായിട്ട് വരുന്ന വൈറസാണ് റിട്രോ വൈറസ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കിലോ ബേസസ് വരെ ഉള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്. അപ്പോൾ അത്രയും കിലോ ബേസസ് വരെയുള്ള ജീൻ അതിന് ക്യാരി ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ ജീൻ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത് ഇതുപോലെ റിട്രോ വൈറസുകളാണ്. ആൻഡ് അത് മാത്രമല്ല കുറച്ച് സ്റ്റേബിൾ ആണ്, ഒരുപാട് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഒന്നും അത് ക്രിയേറ്റ് ചെയ്യുമില്ല. ഇത് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവില്ല. വൈറസ് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വന്നാൽ ഒബ്വിയസ്ലി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഒരു പരിധി വരെ കുഴപ്പമില്ലാത്തൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഈ റെട്രോ വൈറസ് വഴി ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഈ പറഞ്ഞ പോലെ ലോ ലിറ്റർ ആണ്. ആൻഡ് മോർ ഓവർ അത് ഡിവൈഡിങ് സെൽസിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇതിനൊരു മെലിഗ്നൻസി റിസ്ക് ഉണ്ട്. മെലിഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ ഫോം ചെയ്യാനുള്ളൊരു റിസ്ക് അതിനുണ്ട് എന്ന് വേണം ഓർക്കാനായിട്ട്. മെലിഗ്നൻ ട്യൂമേഴ്സ് കേട്ടിട്ടില്ലേ, ക്യാൻസറിൽ ആ ട്യൂമേഴ്സൊക്കെ ഫോം ചെയ്യാനുള്ളൊരു റിസ്ക് ഈ റിട്രോ വൈറസിലുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ വെക്ടറാണ് ദാറ്റ് ഈസ് അഡിനോ വൈറസ്. അപ്പം ഇതിനകത്ത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റർ വാല്യൂ ആയിരിക്കും, ടൈട്രേഷൻ വാല്യൂ ആൻഡ് എഫിക്കസിയും കൂടുതലായിരിക്കും. അത് മാത്രമല്ല ഇതിനകത്ത് ടാർഗറ്റ് സെൽസ് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തണമെന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. ടാർഗറ്റ് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതൊന്നും ആവശ്യമില്ല ഇവിടെ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ഫാക്ടറാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ്, ഇമ്മ്യൂൺ റെസ്പോൺസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ബോഡിയിൽ ന്യൂട്രലൈസ് ചെയ്യുന്നൊരു ആൻറ്റിബോഡി ഫോം ചെയ്യും. ഇത് വന്നു കഴിഞ്ഞാൽ ഈ അഡിനോ വൈറസ് ഒരു വെക്ടറായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി ഫോം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പിടിയോ റിപ്പീറ്റേഷൻ പോസിബിൾ ആവില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജാണ്. ഇനി മൂന്നാമത്തെ വെക്ടറായിട്ട് വരുന്നത് അഡിനോ അസോസിയേറ്റഡ് വൈറസ് ആണ്. അതിനകത്ത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ, പിന്നെ ഈ നോൺ ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസിൽ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കപ്പാസിറ്റി ഇല്ല. 5 കിലോ ബേസസ് വരെയൊക്കെ അതിന് കപ്പാസിറ്റി ഉള്ളൂ. ടൈറ്റർ വാല്യൂ അതിന് കുറവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹെർപെക്സ് വൈറസുകളാണ്. ഹെർപ്പസ് ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഹെർപെക്സ് സിംപ്ലസ് വൈറസുകളാണ് ഈ ഒരു വെക്ടർ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇത് ലേറ്റൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾക്ക് ഈ ട്രാൻസ്ജീനിനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോജനിക് ആണ്, ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാക്കും, സൈറ്റോടോക്സിക് ആണ്, അപ്പോൾ സെൽസിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡെവലപ്പ് ചെയ്യാൻ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ലൈക്ക് ലബോറട്ടറിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് അതിനുണ്ട്. ഓക്കെ, ദെൻ കംസ് ദ നെക്സ്റ്റ് വൺ വിച്ച് ഇസ് ലെന്റി വൈറസ്. ലെന്റി വൈറസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് സെൽസിലും നോൺ ഡിവൈഡിങ് സെൽസിലും വർക്ക് ചെയ്യും, സ്റ്റേബിളുമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV ഡിറൈവ്ഡ് ആയിട്ടുള്ളൊരു വൈറസ് ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, ആളുകൾക്ക് HIV ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത്. ആൻഡ് പ്രൊഡ്യൂസ് ചെയ്യാനും അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്ന് തന്നെയാണ് ലെന്റി വൈറസ്. ഓക്കെ, എടാ ഇതൊന്നും നിങ്ങളടുത്ത് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചോദിക്കില്ല, പക്ഷെ നിങ്ങളോട് ചോദിക്കും ഈ വെക്ടർ നിങ്ങളടുത്ത് തന്നിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഇറ്റ് വർക്ക്സ് ഓൺ ഡിവൈഡിങ് നോൺ ഡിവൈഡിങ് സെൽസ്, ഇറ്റ് ഈസ് എ വൈറസ് ഡിറൈവ്ഡ് ഫ്രം HIV. അങ്ങനെയാണെങ്കിൽ വെക്ടർ ഏത്? അപ്പോൾ നിങ്ങൾ ലെന്റി വൈറസ് ക്ലിക്ക് ചെയ്യണം. അങ്ങനെയായിരിക്കും ചോദിക്കുക. പക്ഷേ എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ദാറ്റ്സ് വൈ ഞാൻ പേര് തന്നിട്ട് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. യെസ്, ആൻഡ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ലൈക്ക് ജീൻ തെറാപ്പി എന്താണെന്നൊക്കെയുള്ളൊരു ചെറിയ വിവരം നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതുകൊണ്ട് ഓൾറെഡി നമുക്ക് കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ബാക്കി നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ പേരുകളും എക്സാമ്പിൾസും പഠിക്കുക കേട്ടോ. ലൈക്ക് ഏതൊക്കെ വൈറസുകളാണ് നമ്മൾ ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ഫിസിക്കൽ മെത്തഡ്സ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും വിച്ച് വൺ ഈസ് ദ ഫിസിക്കൽ അപ്രോച്ച് ഓഫ് ജീൻ തെറാപ്പി. അപ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷനകത്ത്
ആ ഫിസിക്കൽ മെത്തേഡ് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഫിസിക്കൽ മെത്തേഡ്സ് നമ്മൾ തന്നേക്കുന്നതെല്ലാം പഠിക്കുക. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. ജീൻ തെറാപ്പി എന്നൊരു കുഞ്ഞു കോൺസെപ്റ്റാണ് ബയോടെക്നോളജിയിൽ, അത് കഴിഞ്ഞു. ആൻഡ് ലൈക്ക് പോസിബിൾ ആണെങ്കിൽ ഞാൻ ഇന്ന് ഒരു വീഡിയോ കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഉച്ച വരെ അല്പം ബിസിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടാം കേട്ടോ. യെസ്, അപ്പോൾ അങ്ങനെ. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ഞാൻ വിചാരിക്കുന്നു ഈ പറഞ്ഞ പോലെ 2 വീഡിയോസ് ഡേ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാമെന്ന്. കാരണം ജൂൺ ആയല്ലോ ഇപ്പോൾ ഓൾറെഡി. അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും അറിയിക്കാം കാര്യങ്ങളെല്ലാം. ആൻഡ് അപ്പം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദ തിങ് ഇസ് ലൈക്ക് ഇത് ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് ആൻഡ് സജഷൻസ് കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐഡിയും സോഷ്യൽ മീഡിയ ഐഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും അതിൽ കൂടെ തന്നെ കോൺടാക്ട് ചെയ്യാം. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. ഷോർട്സ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷോർട്സ് ഒക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളതും ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വിൽ വൈൻഡ് അപ്പ് ഹിയർ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.